ഹായ് ഫ്രണ്ട്സ്, സ്പർശന വാട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് നവാസ് മീരാൻ സാറിനെയാണ്. KFAയുടെ പ്രസിഡൻ്റായ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം. നവാസ് സാർ, സ്പർശന വാട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. സത്യത്തിൽ ഞാൻ കഴിഞ്ഞൊരു 2.5 വർഷത്തിൽ കൂടുതലായി കേരളത്തിലെ പഴയകാല ഫുട്ബോൾ താരങ്ങളെ തേടിയുള്ളൊരു യാത്രയിലായിരുന്നു. അതിന് ആ യാത്ര തുടങ്ങാനുണ്ടായ ഒരു കാരണമുണ്ട്. അത് ഞാൻ സാറിന് പിന്നീട് പറയാം. വലിയൊരു റീസൺ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്ര തുടങ്ങാനായിട്ട്. ഇപ്പോൾ ഇന്ന് സാറ് KFAയുടെ പ്രസിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരള ഫുട്ബോളിനെ പറ്റി സാറിൻ്റെ ഒരു വീക്ഷണം, അല്ലെങ്കിൽ നമുക്കിനി മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഫുട്ബോൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നാച്ചുറൽ ടാലൻ്റുള്ള ഒരു സ്റ്റേറ്റാണ്. മാത്രമല്ല, നമ്മളുടെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ പ്രസൻസ് ഉള്ള ഒരു ഗെയിമും കൂടിയാണ് ഫുട്ബോൾ. നമുക്കൊരു വസന്തകാലം ഉണ്ടായിരുന്നു, ഇപ്പോഴും വസന്തകാലം തന്നെയാണ്. ആ വസന്തകാലത്ത് കുറേയധികം നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് നമ്മളുടെ സന്തോഷ് ട്രോഫി മത്സരങ്ങളും നെഹ്റു ട്രോഫി മത്സരങ്ങളൊക്കെ. അതൊക്കെയായിരുന്നു എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് പ്രചോദനം. അത് തന്നെയായിരിക്കും ഇനി മുമ്പോട്ടുള്ള കാലഘട്ടത്തിലും ചെറുപ്പക്കാരായ ആൾക്കാരെ ഈ ഒരു ഗെയിമിലേക്ക് ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഫുട്ബോളിനെ നമ്മളൊരു ഗെയിമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അതിനൊരു എക്കണോമിക് ഇമ്പാക്റ്റുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. കാരണം ഇന്ന് നമ്മളുടെ പല കേരളീയ കളിക്കാർക്കും 3 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ സ്പോർട്ട് എന്നുള്ള നിലയിൽ ഈ ഗെയിം ഒന്ന് ഉരുത്തിരിഞ്ഞു വന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഗെയിം ക്രിക്കറ്റാണ്. ക്രിക്കറ്റിൽ ഈ വർഷമാണ് 20 കോടി രൂപ ക്രോസ് ചെയ്തത് ഒരു വ്യക്തിക്ക്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ. അതെ. അപ്പോൾ അത് ഫുട്ബോളിൽ നമ്മൾ ഏകദേശം ഒരു 6.5 കോടി രൂപ വരെ വന്നു. അപ്പോൾ അതായത് നമ്മൾ വല്ലാതെ ഒത്തിരി പുറകിലല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പ്രൊഫഷണൽ ഫുട്ബോളിൽ വന്നത് നമുക്കിനി മുമ്പോട്ട് കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പോൾ ഈ ഇക്കോ സിസ്റ്റത്തിനെ നമുക്ക് ബെനിഫിഷ്യലാക്കി എടുക്കണമെങ്കിൽ ഒന്ന്, വളരെ നല്ല ചെറിയ പ്രായത്തിൽ 6 വയസ്സ് മുതലുള്ള പ്രായത്തിൽ കുട്ടികൾ അക്കാഡമികളിൽ പോകണം. അപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യത്തിന് കോച്ചസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് നല്ലൊരു 500-ൽ കൂടുതൽ കോച്ചസ് കേരളത്തിലുണ്ടെന്നാണ് എൻ്റെ ഒരു. അതെ, പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് നമ്മളുടെ കോച്ചസിൻ്റെ ലെവൽ തുടങ്ങുന്ന D ലൈസൻസിലാണ്. അപ്പോൾ D ലൈസൻസിലുള്ളവരെ C ലൈസൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം, C ലൈസൻസിലുള്ളവരെ B ലൈസൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ അതൊരു ഓവറോൾ ഡെവലപ്മെൻറ്റ് അവർക്കും കൂടി ഉണ്ടായാൽ മാത്രമേ ഈ കുട്ടികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പം നമ്പർ ഓഫ് കോച്ചസിനെ കൂട്ടുക, അങ്ങനെ നമ്പർ ഓഫ് കോച്ചസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അക്കാഡമികൾ വരും. അങ്ങനെയുള്ള അക്കാഡമികളിലാണ് ഈ 6ാമത്തെ വയസ്സ് മുതൽ നമ്മളുടെ മിടുക്കന്മാർ പോയി ചേരേണ്ടത്. അതിനൊരു റീസണും കൂടിയുണ്ട്. അതായത് പണ്ടൊക്കെ ഫാമിലിയിൽ നമുക്ക് 6ഉം 7ഉം 8ഉം മക്കളുണ്ടായിരുന്നു. ഇന്ന് ഒരു കുട്ടിയല്ലേ 2 കുട്ടിയുള്ളൂ. അപ്പോൾ ഇവരെല്ലാം ഹൈലി പാമ്പേർഡാണ്. കാരണം പാരൻസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ശ്രദ്ധ കുട്ടിയുടെ മുകളിൽ വളരെയധികം ഉണ്ട്. പോസിറ്റീവ് ഇൻഫ്ലുവൻസും ഉണ്ട്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതേപോലെ പാരൻസിൻ്റെ പാരൻസ്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാരൻസൊക്കെ. അപ്പോൾ ഒരു 6 ആൾക്കാർ ഈ കുട്ടിയെ പാമ്പർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതെന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിഷ്ടമുള്ള എല്ലാം എനിക്ക് കിട്ടും, പരാജയം എനിക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രമിച്ചിട്ട് എനിക്കൊരു കാര്യം കിട്ടാതെ പോയി കഴിഞ്ഞാൽ ഞാൻ അതീവ ദുഃഖിതനാണ്.
അങ്ങനെ അതീവ ദുഃഖിതനായിട്ടുള്ള ഒരാൾ സാധാരണ രീതിയിൽ ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കൂടി ഇതിനകത്തേക്ക് വരികയാണ്. അപ്പോഴാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് യു ഹാവ് ടു ഹാവ് ഗുഡ് എഡ്യൂക്കേഷൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, യു ഹാവ് ടു ബി ഹെൽത്തി ആൻഡ് യു ഹാവ് ടു ബി ഡിസിപ്ലിൻഡ്. അപ്പോൾ എന്താണ് ഫുട്ബോൾ അതിനകത്ത് കൊണ്ടുവരുന്നത്? ഫുട്ബോൾ കൊണ്ടുവരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതൊരു ടീം ഗെയിമാണ്, സഹകരിച്ച് കളിച്ചേ മതിയാവും. അപ്പോൾ സഹകരണം എന്നുള്ളത് ഒരു ബേസിക് നീഡായിട്ടങ്ങ് മാറുകയാണ്. പിന്നെ കളിയാണ്, ജയിക്കും തോക്കും സമനിലയിൽ വരും. അപ്പോൾ നമ്മളുടെ ഒരു സീസൺ ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്ന ആങ്കറും ഫ്രസ്ട്രേഷനും സന്തോഷവും സങ്കടവും എല്ലാം ഈ കുട്ടി ഈ ഒരു കാലയളവിൽ പഠിച്ചു വരികയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഈ 6ാമത്തെ വയസ്സിൽ മുതൽ നമുക്കിത് തുടങ്ങാൻ സാധിച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള അസോസിയേഷനുകൾക്ക് റോള് വരുന്നത് ഒരു 12 വയസ്സും 10 വയസ്സിനും 12 വയസ്സിനും സമയമാകുമ്പോഴാണ്. അവിടെ നമുക്കിവരെ സ്കില്ല് വേണം, കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ് വേണം, ഫെസിലിറ്റീസ് വേണം, ഗ്രൗണ്ടുകൾ വേണം. നമ്മളുടെ ഇവിടെ കൂടുതലും കുഴപ്പമുണ്ടാകുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ടുകളൊന്നും 11 സൈഡ് ഗ്രൗണ്ടുകളല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുക വെച്ചാൽ ഒരു 7th ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു കുട്ടി ഒരു 11th ഗ്രൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കും അവൻ്റെ കപ്പാസിറ്റി മുഴുവൻ കഴിയും. കാരണം അവൻ ചെറിയ ഇതിനകത്ത് കളിച്ചുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതൊരു ഏതെങ്കിലും ഒരു ആംഗിളിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഴയകാല ഈ KFAയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പഴയകാല ടൂർണമെൻറ്റ്സ് എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യൂത്ത് ഫുട്ബോളിൽ ചാക്കോള ട്രോഫി, പഴയ ചാക്കോള ട്രോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനകത്ത് ഏകദേശം 175 അക്കാഡമികൾക്കും ടീമുകൾക്കും കളിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് ഒരു കുട്ടി ഒരു വർഷം 45 കളിയെങ്കിലും കളിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഈ എളിയ ഉദ്യമം നമുക്കൊരു 24 കളി ഒരു കുട്ടിക്ക് കിട്ടത്തക്ക രീതിയിൽ ഈ ചാക്കോളാസിൽ തന്നെ ഒരു 24 കളി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ്, അത് അക്കാഡമി പോയാൽ കിട്ടും. പക്ഷേ മാറ്റുരച്ച് പ്രൂവിങ് ദ മെറ്റൽ എന്ന് പറയുന്ന കോമ്പറ്റീഷനിലൂടെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് മാച്ചസ് വരും. അങ്ങനെ വരുന്ന മാച്ചസിൽ നമ്മൾ സ്കൗട്ടിങ്ങിന് സ്പെഷ്യലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളൊരു 70ഓളം ആൾക്കാരെ നമ്മൾ സ്കൗട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇടുകയാണ്. അതിൽ നിന്ന് നമ്മൾ 1400 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. ഈ 1400 കുട്ടികൾ ഇവർ ഒരു എലീറ്റ് സെൻറ്ററുമായിട്ട് അറ്റാച്ച്ഡാണ്. അപ്പോൾ ഒരു വർഷം മുഴുവൻ ഇവൻ ഈ എലീറ്റ് സെൻറ്ററിൽ സ്പെഷ്യലൈസ്ഡ് കോച്ചിങ്ങിനുള്ള ഒരവസരം അവന് കിട്ടും. അങ്ങനെ വരുന്ന 1400 കുട്ടികളിൽ നിന്ന് നമ്മൾ 200 കുട്ടികളെ സൂപ്പർ എലീറ്റ് ക്ലബിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയാണ്. അപ്പോൾ ഇന്ന് 13 വയസ്സുള്ള ഒരാൾ സബ് ജൂനിയർ കളിക്കുമ്പോൾ ഇവൻ തന്നെയാണ് അടുത്ത ജൂനിയർ ടീമിലേക്കും കയറി വരാൻ പോകുന്നത്. അവൻ തന്നെയാണ് അടുത്ത സീനിയറിലേക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ISL പോലെയുള്ള മേജർ മാച്ചസിൽ 45 കളിക്കാർ മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. ഏകദേശം 380ഓളം കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് 45 പേരേ ഉള്ളൂ. അതിൽ 5 പേരെ മെയിൻ ടീമിൽ കളിക്കുന്നുള്ളൂ. അപ്പോൾ ISLൻ്റെ പ്ലെയർ പേഴ്സ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 450 കോടി രൂപയാണ്. അപ്പോൾ 100 പേരെങ്കിലും കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് 100 പേരെങ്കിലും കേരളത്തിൽ നിന്ന് വരേണ്ട സ്ഥാനത്ത് നമുക്കിന്ന് 45 പേരേ ഉള്ളൂ. ഈ 100 പേരും വലിയ സാലറിയിൽ കളിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു 2, 3, 4 വർഷത്തെ എഫേർട്ടാണ് നമ്മൾ
ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉടലെടുത്താണ്. ഞാൻ കഴിഞ്ഞ ഒരു 2.5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 25,000-ൽ കൂടുതൽ കിലോമീറ്റർ ഞാൻ കേരളത്തിൽ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. ഒരുപാട് അക്കാഡമികളിൽ പോയി. പക്ഷേ നമ്മളിവിടെ കാണുന്നത് ബിലോ ആവറേജ് ഇൻകം ഗ്രൂപ്പിൽ നിന്നാണ് ഫുട്ബോൾ കളിയിലേക്ക് കൂടുതൽ കുട്ടികൾ വരുന്നത്. പക്ഷേ ഇവരുടെ മാതാപിതാക്കൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഞാനത് പലതും നേരിട്ട് കണ്ടതാണ്. കാരണം അവർക്ക് സാമ്പത്തികമായി മാതാപിതാക്കൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്ന സ്റ്റേജ് വരും. അങ്ങനെ ഒരു സ്റ്റേജിൽ ഉള്ള കുട്ടികളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്ങുകളുണ്ടോ നമുക്ക്? ഈ നമ്മൾ എലീറ്റ് ക്ലബിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളൊന്നും പൈസയുടെ ആവശ്യമുള്ളവരല്ല. പൈസ ആവശ്യം വരില്ല. കാരണം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊന്നും വരുന്നില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അക്കാഡമി നടന്നു പോകാനായിട്ടുള്ള വരവിന് അവർ പൈസ വാങ്ങുന്നുണ്ട്. അക്കാഡമി നടത്തുന്ന കോച്ചസ് എന്തായാലും വാങ്ങും. അതിൽ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങണമെന്ന് നിർബന്ധമില്ല. അത് ഈ കോച്ചസിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം അവരുടെ അക്കാഡമി പെർഫോം ചെയ്താൽ മാത്രമേ അവിടെ കൂടുതൽ ആൾക്കാർ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡും കൂടിയുണ്ട്. അപ്പോൾ ഇത് കൂടി ഉള്ള സ്ഥിതിക്ക് കോച്ചസ് തന്നെ നോക്കും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ, ഉണ്ടെങ്കിൽ അവനെ ഇതിൻ്റെ ഭാഗമാക്കും. അതൊരു നോർമൽ ഇതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടില്ലാത്തതും എന്ന് പറയുന്ന ഈ ഫയർ ഇൻ ദ ബെല്ലിയാണ് സ്റ്റീഫൻ ഉദ്ദേശിച്ചതെങ്കിൽ, ഫയർ ഇൻ ദ ബെല്ലി എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ദ സെയിം. എല്ലാവർക്കും ഒരേപോലെ വരും. കാരണം വാശിയും ആസ് എ ഹ്യൂമൻ ബീയിങ് അത് വരും. പിന്നെ ഫയർ ഇൻ ദ ബെല്ലി ഫോർ ഏർണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് മറ്റേ കുട്ടികൾക്കും ഈ കുട്ടികൾക്കും തമ്മിൽ ഉള്ള ഡിഫറൻസ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് വരികയാണ്. അപ്പോൾ സെലിബ്രിറ്റി സ്റ്റേറ്റസ് വരുന്നത് കൊണ്ട് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയർ ഇൻ ദ ബെല്ലി വരും. കാരണം ഇന്ന് ISL കളി ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഈ കളിക്കാർ വരുമ്പോൾ അവരെ കാണാനും അവരൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരാണ് ആ ബസ്സിൻ്റെ ആയിരക്കണക്കിന് ആൾക്കാർ നേരം നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ കിക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഡ്രൈവായിട്ട് അവരുടെ മുന്നിലുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഫുട്ബോളിനെ വളർത്താൻ വേണ്ടി ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരുപാട് അക്കാഡമികൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന അക്കാഡമികളെ നമ്മൾ എങ്ങനെയാണ് അക്കാഡമികളോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരിക്കും KFA? അപ്പം നമ്മൾ ഈ ചാക്കോള ട്രോഫിയിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മളുടെ കോമ്പറ്റീഷനിൽ ഭാഗമാകണമെങ്കിൽ ഒരു കാര്യം കമ്പൽസറി ആയിട്ടുള്ളത് നമുക്ക് 11 സൈഡ് ഗ്രൗണ്ട് വേണം. സ്വന്തമായിട്ട് നല്ല അവർക്ക് ട്രെയിൻ ചെയ്യാൻ പാകത്തിനുള്ള 11 സൈഡ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആകാം, അതല്ലെങ്കിൽ അവിടുത്തെ CBSE സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആകാം, മുനിസിപ്പാലിറ്റിയുടെ ആകാം, പഞ്ചായത്തിൻ്റെ ആകാം. ആ ഗ്രൗണ്ട് ഒരു നോൺ നെഗോഷ്യബിളാണ്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആണ് ഈ ഹോം ആൻഡ് അവേ മാച്ചസ് നടക്കുന്നത്. അപ്പോൾ ഹോം ആൻഡ് അവേ മാച്ചസ് നടക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറേയധികം ആരാധകരും കൂടി ഉണ്ടാവും. അവിടുത്തെ ലോക്കലി ആരാധകരുണ്ടാവും. അപ്പോൾ അങ്ങനെ ലോക്കലി ആരാധകരുണ്ടായാൽ അത് നമ്മളുടെ സ്റ്റേഡിയങ്ങൾ നിറയ്ക്കുന്നതിന് ഭാഗമാണ്. ഇവർ കളിക്കുന്ന ദിവസം ഇവരുടെ കളി കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ISL നമുക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ഹീറോസ് കുറച്ച് കുറവാണ്. കുറച്ച് നല്ല നന്നായി കുറവാണ്. അപ്പം നമ്മളുടെ ഇവിടെയുള്ള ഹീറോസ് കൂടുതൽ വരുന്നതനുസരിച്ച് കളിയിൽ വലിയ മാറ്റം വരും. ആ കാണികളുടെ എണ്ണത്തിൽ വലിയ മാറ്റം വരും. തീർച്ചയായിട്ടും. കാരണം പണ്ട് കാലത്ത് ഇപ്പോൾ ഈവൻ സാറ് പറഞ്ഞ ചാക്കോളസ് ആണെങ്കിലും നാഗ്ജി ആണെങ്കിലും അതിനകത്ത് കളിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓഡിയൻസിന് അറിയാമായിരുന്നു. ഇന്ന ആൾ വരുന്നുണ്ട്, അപ്പോൾ ഇന്നത്തെ കളി എന്തായാലും കാണണം. ആ ഒരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ യങ് ജനറേഷൻ്റെ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോളിന് ഒത്തിരി ഗുണം ചെയ്യും. അല്ല, ഇതിപ്പോൾ 2 രീതിയിലാണ് ഇതിനകത്ത് ആൾക്കാർ വരിക. ഒന്ന്, ഇപ്പം നേരത്തെ സ്റ്റീഫൻ ജി ചൂണ്ടിക്കാണിച്ച് സ്കിൽഫുൾ ആയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫിലിം പോലെ തന്നെയാണ്. ഒരു ഇന്നയാളുടെ ഫിലിം എന്ന് പറയുമ്പോൾ അതിന് കയറാനായിട്ട് ആൾക്കാരുള്ള പോലെ തന്നെ ഇതിനകത്തും അങ്ങനെ വരും. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനൊരു സ്നോബോളിങ് എഫക്റ്റാണ്. ആ സ്നോബോളിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുകയും ഫുട്ബോൾ കളി കാണണമെന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരും അതിൻ്റെ കൂടെ കളിയുണ്ടോ, നീ പോകണ്ടോ, എന്നാൽ ഞാനും വരാം എന്നുള്ള നിലയിൽ പോകുന്നവരുടെയും ഒരു കൂട്ടായ്മയായിരിക്കും നമുക്ക് സ്റ്റേഡിയം ഫില്ല് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യം.